ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z10 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഐക്യു Z9 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z10 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു Z10 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പം Z9 5Gയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കേർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 2000 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരും. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 195 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.1 mm ആയിരിക്കും. ഇനി പ്രോസസ്സറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം Z9ൽ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു അപ്ഗ്രേഡ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന പ്രോസസ്സർ വന്നേക്കാം എന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷനും 12GB റാം വെർഷനും വന്നേക്കാം. ഇന്റേണലിൻ്റെ കാര്യത്തിൽ 128GB ഇന്റേണൽ വെർഷനും 256GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 50 മെഗാ സോണി IMX 882ന്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 2 മെഗാ ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം പഴയ വെർഷനിൽ 16 മെഗാ സെൽഫി ക്യാമറ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ 32 മെഗാ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ക്യാമറയിൽ ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7300 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഫോൺ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക. അപ്പം ബാറ്ററി കപ്പാസിറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 11 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് അവരിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 21,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഒരു 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തായാലും ഐക്യു Z10 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.